സച്ചേട്ടാ, അതാരായാലും അയാളെ വെറുതെ വിടരുത്. നമ്മുടെ എല്ലാവരുടെയും സമാധാനം ഇല്ലാതാക്കി ആളെ കണ്ടെത്തി തക്ക ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. താൻ വേഗം കോണ്ടാക്ട് നമ്പർ ഇതാ. എവിടെ എഴുതി വെച്ചിരിക്കുന്നേ? ഞാൻ എഴുതി വെച്ചിട്ടൊന്നുമില്ല, എന്റെ ഓർമ്മയിലുണ്ട്. ഗ്രേറ്റ്. താൻ വേഗം പറ. നമ്പർ പറ. 90 90 ഞാൻ സച്ചിദാനന്ദനാ. ഞാൻ നമ്പർ അയച്ചിട്ടുണ്ട്. അതിന്റെ ലൊക്കേഷൻ നോക്കിയിട്ട് പറഞ്ഞുതരാവോ? ശരി, ഓക്കെ. 10 മിനിറ്റിനകം അവൻ വിളിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ സച്ചേട്ടന് മനസ്സിലായില്ലേ എന്റെ സംശയം ശരിയായിരുന്നു? നാളെ ഇവിടുന്ന് മണ്ഡപത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അയാളെ നമ്മൾ ഇവിടെ എത്തിക്കണം. ഉറപ്പായും. അവൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ എത്തിക്കും. അതുവരെ ഇവിടെ നിന്ന് ആരും മണ്ഡപത്തിലേക്ക് പോകാതെ താൻ നോക്കിക്കോണം. ശരി. ഞാൻ മണ്ഡപത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പെന്ന് പറഞ്ഞതിന് കാരണം ഇനിയൊരു വിവാഹം സമയത്ത് മുടങ്ങി അനഘ വീണ്ടും അതോർത്ത് വിഷമിക്കാതിരിക്കാനാ. അവസാന നിമിഷത്തിൽ ഈശ്വരനായിട്ട് നമുക്ക് കൊണ്ടുവന്ന കച്ചിത്തുരുമ്പ ഇത്. നമ്മളത് ഒരു തരത്തിലും വിട്ടുകളയരുത്. ആ ശബ്ദത്തിന് പിന്നിൽ ആരാണെന്ന് അറിയുന്നതോടെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവണം. ഞാൻ കരുതിയതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ സന്ദീപിന്റെ കാര്യത്തിൽ മാത്രമല്ല അവസാനം ഉണ്ടാവാൻ പോകുന്നത്. ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉണ്ടാവും ഒരവസാനം. എങ്ങനെയുണ്ട് ചേച്ചി? ഇതിലെന്താ ഇപ്പൊ അഭിപ്രായം പറയാൻ? അതെ, മുൻപ് ഞാൻ ഇതുപോലെ ഒരുങ്ങി ചേച്ചിയോട്ട് ഇതുപോലൊരു ചോദ്യം ചോദിച്ചായിരുന്നല്ലോ. ഇനി ഒരിക്കലും ഞാൻ ഈ വേഷത്തിൽ നിൽക്കില്ല എന്ന് തീരുമാനിച്ചതാ. ചേച്ചി തന്ന ധൈര്യവും സന്ദീപിന്റെ സമ്മതവും കൊണ്ടാ ഞാൻ വീണ്ടും ഇതിന് തയ്യാറായത്. ഇത്രയും സന്തോഷത്തിനിടയിൽ നീ അതൊന്നും ചിന്തിക്കണ്ട. അന്ന് എനിക്കൊരു അബദ്ധം പറ്റി, ഇന്നതുണ്ടാവില്ല. അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ മറന്ന് എന്റെ മോള് സന്തോഷത്തോടെ ഇരിക്ക. ഞാൻ പോയി മൊത്തത്തിലൊന്ന് കണ്ണോടിച്ചിട്ട് വരാം. അർച്ചനയും ആതിരയും ഇനി എന്തൊക്കെ ചെയ്യുന്ന അറിയില്ലല്ലോ. ചേച്ചി, അർച്ചന എന്തെങ്കിലും പറഞ്ഞു മുടക്കുമെന്ന് ചേച്ചിക്ക് നല്ല ഭയമുണ്ടല്ലേ? ഭയം കൊണ്ടൊന്നുമല്ല ഞാൻ പറഞ്ഞ, എല്ലാത്തിനും ഒരു മുൻകരുതൽ വേണമെന്ന് കരുതിയിട്ടാ. നീ ധൈര്യമായിട്ടിരിക്കടി, നിന്റെ ചേച്ചിയല്ലേ പറയുന്നേ. വാ. നീ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞ്? പേടിച്ചിട്ടാ? എന്നാലേ ഇന്ന് നീ എന്നെ പേടിക്കണ്ട. നിന്നെ ഞാനിന്ന് വഴക്കൊന്നും പറയില്ല. ഇന്ന് അനഘാന്റിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസം. അതുകൊണ്ട് നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ചോദിക്കാം. മേക്കപ്പ് സാധനം വല്ലതും വേണോ? പിന്നെ എന്താ ഞാനിപ്പോ നിനക്ക് തരാ? ഞാനൊരു കാര്യം പറഞ്ഞ ആന്റി എനിക്ക് തരൂ? ഇതെന്താ, നീ ആകെ മൂഡ് ഓഫ് ആണല്ലോ. നിനക്ക് എന്താ വേണ്ടേ? തരോന്ന് സത്യം ചെയ്താ പറയാം. നീ എന്ത് വേണേലും ചോദിച്ചോ. ആവണിക്ക് ഈ ആന്റി തന്നിരിക്കും. സത്യം. എനിക്ക് സന്ദീപങ്ങളിലെ തരൂ. സന്ദീപിനെയോ? നിനക്കെന്തിനാ സന്ദീപ്? എന്റെ ആതിര ആന്റിക്ക് കൊടുക്കാനാ. എന്റെ ആന്റിക്ക് അങ്കിളിനെ ഭയങ്കര ഇഷ്ടാ. എപ്പോഴും അതും പറഞ്ഞ ആന്റി കരച്ചില്ല. അനഘ ആന്റി സന്ദീപങ്ങളെ തട്ടിപ്പറിച്ചോണ്ടാ ആതിര ആന്റിക്ക് കിട്ടാത്തേന്ന് വീട്ടിൽ പറയുന്ന കേട്ടു. അതാ ഞാൻ ആന്റിയോട് ചോദിച്ചത്. അയ്യോ, മോൾക്ക് സത്യം ചെയ്തു തന്നത്
ആന്റിയെ കൊണ്ട് നടത്തി തരാൻ പറ്റാതായല്ലോ. ഞാനൊരു സത്യം പറയട്ടെ, ആതിരാന്റിയുടെ കയ്യിൽ നിന്ന് ഈ ആന്റി അല്ല തട്ടിപ്പറിച്ചത്. ഈ ആന്റിയുടെ കയ്യിൽ നിന്ന് നിന്റെ ആതിരാന്റിയാണ് തട്ടിപ്പറിച്ചെടുത്തോണ്ട് പോയത്. നിനക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളിപ്പാട്ടോ സാധനമോ മോളുടെ കയ്യിൽ നിന്ന് മറ്റാരെങ്കിലും പിടിച്ചോണ്ട് പോയാ മോൾക്ക് ഇഷ്ടപ്പെടുവോ? പറ. ആ, അതാണ് നിന്റെ ആതിരാന്റി ചെയ്തത്. അനഘാന്റിക്ക് അത്രയും ഇഷ്ടമുള്ള സന്ദീപിനെ എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ പിടിച്ചു വാങ്ങിക്കൊണ്ട് പോയി കളഞ്ഞു. അപ്പൊ അത് അനഘാന്റിക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ല. ഇപ്പൊ സന്ദീപ് അങ്ങളുടെ അനഘാന്റിക്ക് തന്നെ തിരികെ കിട്ടി. അതിൽ നിന്റെ ആതിരാന്റി കരയേണ്ട ഒരു കാര്യവും ഇല്ല. ഇനി അനഘാന്റി ഒരു കാര്യം ചോദിച്ചാ മോള് സത്യം പറയോ? എന്നോട് ഇതൊക്കെ വന്ന് പറയാൻ ആരാ മോളെ പറഞ്ഞു വിട്ടത്? ആതിരാന്റിയോ അർച്ചന ആന്റിയോ അതോ മോളുടെ അമ്മയോ? ആവണി, നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? വാ വരാൻ. കുട്ടികളെ വിട്ട് ഓരോന്ന് പറയിപ്പിക്കുന്നത് അത്ര നല്ല രീതിയല്ല. സന്ദീപ് അങ്കിളിനെ കിട്ടാത്തോണ്ട് ആതിരാന്റി നെഞ്ചത്തടിയും വിളിയുമായിട്ടിരിക്കുകയാണെന്നും സന്ദീപ് അങ്കിളിനെ ആതിരാന്റിക്ക് കൊടുക്കുമെന്നുവാ മോള് വന്ന് എന്നോട് ചോദിച്ചത്. നീ വാ. ഹലോ, മുതിർന്നവർക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറയണം. അല്ലാതെ പിള്ളേരെ കീ കൊടുത്ത് വിടുക അല്ല ചെയ്യേണ്ടത്. നീ അച്ഛച്ചന്റെ അടുത്തേക്ക് ചെല്ല്, അമ്മ വന്നേക്കാം. നിന്നോടൊരു കാര്യം പറയണമെങ്കിൽ നിന്റെ മുഖത്ത് നോക്കി പറയാൻ ഞങ്ങൾക്കറിയാം. അതിന് ഞാനെന്നല്ല, വൃന്ദാവനം വീട്ടിലെ ആരായാലും. അതിന് ഞങ്ങൾക്ക് ആരെയും പേടിയൊന്നുമില്ല. ആതിരയ്ക്ക് വിഷമമുണ്ട്, അത് ശരിയാ. അതിന്റെ കാരണക്കാരിയും അവള് തന്നെയാ. ഈ ലോകം കണ്ട ഏറ്റവും വലിയ ക്നാപ്പനെയല്ലേ അവള് കയറി പ്രേമിച്ചേ. അതും പറഞ്ഞ അവൾക്ക് വിഷമമുണ്ട്. അത് ആവണി കണ്ടതുകൊണ്ടാ നിന്നോട് വന്ന് പറഞ്ഞത്. അല്ലാതെ നിന്നെ കെട്ടാ മുട്ടി നിൽക്കുന്ന നിന്റെ വീരപുരുഷനെ ആതിരയ്ക്ക് വേണ്ട, ഞങ്ങൾക്കും വേണ്ട. കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന വായ്മൊഴിയിൽ പറയുന്നതാ ഇതെല്ലാം. 2 പെൺമക്കളെ ഇവിടെ കയറ്റി വാഴിക്കാന്ന ദയാനന്ദൻ മാഷിന്റെയും അമ്മ കമലയുടെയും സ്വപ്നം നടക്കാതെ പോയതിന്റെ വിഷമം. ഈ കുടുംബത്തിന് എന്റെ ചേച്ചിക്കും ഒരു അബദ്ധം പറ്റിയതാ. അർച്ചന എന്ന് പറയുന്നവളെ മരുമകളായി ഇവിടേക്ക് കൊണ്ടുവന്നു. ആ അബദ്ധം ആവർത്തിച്ച് ഇനി ഇവിടെ ആരും പറ്റിക്കപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വേഷം കെട്ടി നീ അവന്റെ ഭാര്യയായി കയറുന്നതിനപ്പുറം ഇവിടെ ഉള്ളവർക്ക് വേറെ എന്ത് അബദ്ധം പറ്റാനാ? നിന്നെ ഇവിടെ കയറ്റി താമസിപ്പിച്ചതേ ആദ്യത്തെ അബദ്ധം. ഇന്നത്തോടുകൂടി ഏറ്റവും വലിയ അബദ്ധത്തിന്റെ തുടക്കവും. മുമ്പും ഞാൻ പറഞ്ഞിട്ടില്ലേ, ആ സന്ദീപ് എന്ന് പറയുന്നവന് പറ്റിയത് നീ തന്നെയാ. ഈനാം ബീച്ചി മരപ്പെട്ടി കൂടെ ഒരുമിച്ച് താമസിക്കുമ്പോ മനസ്സിലാവും കിട്ടിയ മുന്തിരി പൊളിച്ചതാണോ ചളിച്ചതാണോ എന്നൊക്കെ. ഈ വേഷത്തിലും അലങ്കാരത്തിലും ഒക്കെ നിന്നെ കാണാൻ കുറച്ച് മേനയൊക്കെ ഉണ്ട്. നാവിന്ന് വരുന്നതും കൂടി കുറച്ചാലേ നിനക്ക് കൊള്ളാം. ആ കിഴങ്ങനായതുകൊണ്ട് നിന്റെ ഈ വർത്താനമൊക്കെ സഹിക്കും. വേറെ വല്ല ആണുങ്ങളും ആണെങ്കിലേ നിന്റെ അണപ്പല് താഴെ കിടന്നേനെ. അതുകൊണ്ട് ഇന്ന് മുതലെങ്കിലും നീ ഒന്ന് നന്നാവാൻ നോക്ക്, ശ്രമിക്ക്. ദേ, ഇനി കൂടുതൽ സംസാരിച്ച് നിന്നാലേ നിന്റെ ഈ മുഖത്ത് പൊട്ടിയിട്ട് വെച്ചേക്കുന്നതെല്ലാം ഒടിച്ച് ഞാൻ താഴെ ഇടും.
I love you, Adire. I love you so much. ഇനി ഒരിക്കലും ഒന്നിനു വേണ്ടി തന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. കാത്തുനിന്ന ഈ മരത്തണലിൽ നനവാ ആ സന്ദീപ് ഇതുവരെ റെഡിയായില്ലേ മോളെ? അവൻ ഇപ്പൊ വരും അച്ഛാ. ആ അനൂപ് എത്തിയില്ലേ? ഇപ്പൊ വരും. ആ ആ നടക്ക്. ചെല്ല്. എഴുന്നേക്ക്. നന്നായി വരും മോളെ, നന്നായിട്ട് വരണം. മോളെ സന്ദീപിന് മണ്ഡപത്തിൽ ചെന്നിട്ട് എല്ലാവരുടെ അനുഗ്രഹം വാങ്ങിക്കാം. മുന്നോട്ടുള്ള വലിയൊരു കുടുംബജീവിതത്തിന് തുടക്കം കുറിക്കുന്ന ദിവസം എന്ന് എൻ്റെ അവന്തികയുടെയും ഒരു ആലോചനയിൽ നിന്നാണ്
ഇത് ഇത്രത്തോളം ആയത്. ആദ്യം ഈ വിവാഹം മുടങ്ങിപ്പോയെങ്കിലും ഇപ്പൊ ഇത് നടക്കുന്നത് ഇത് ഞാനും അവന്തികയും ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ഈശ്വരൻ തീരുമാനിച്ച് കഴിഞ്ഞതിനാലാണ്. അതിനെല്ലാം ഉപരി ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഈ രണ്ട് മക്കളും എതിർത്തൊരു വാക്ക് പോലും പറയാതെ ഇതിനെ സമ്മതിച്ചു. അച്ഛനെന്ന നിലയിലും ഈ വീട്ടിലെ ഗൃഹനാഥൻ എന്ന നിലയിലും അതെന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴുള്ളതുപോലെ ഇവർക്ക് രണ്ടുപേർക്കും എന്നും ഇതുപോലെ പരസ്പരം സ്നേഹിക്കാൻ കഴിയട്ടെ. എനിക്കുറപ്പുണ്ട്, അനഘയെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന നല്ലൊരു ഭർത്താവായിരിക്കും സന്ദീപ്. എന്റെ മകനായതുകൊണ്ട് പറയുമല്ല, ഇവനെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. ആരെയും ചതിക്കാനോ വിഷമിപ്പിക്കാനോ അറിയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ എന്നും ഉയർച്ചകളെ ഉണ്ടാകും. എനിക്ക് എൻ്റെ മോനോട് ഒരപേക്ഷയുള്ളത്, നീ ഒരിക്കലും അനഘയെ ഒരു തരത്തിലും വിഷമിപ്പിക്കരുത്. അനഘ നിന്നെ അത്രയ്ക്കും സ്നേഹിക്കുന്നുണ്ട്. നമ്മളെ മാത്രം വിശ്വസിച്ച ഒരു പെണ്ണ് നമ്മളെ സ്നേഹിക്കുന്നത്. അത്രയും ആഗ്രഹത്തോടെയാ കൂടെ ജീവിക്കാൻ തയ്യാറാവുന്നത്. അതെപ്പോഴും മനസ്സിലുണ്ടാവണം. മൂർത്തിയണ്ണ, നീ എന്തോ പരിപാടി? ചില പരിപാടികളൊക്കെ ഉണ്ട്. ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. എന്നെയും കൂടി കൂടെ കൂട്ടാവോ? ഞാനെന്താ ഇവരെ പോലെ ചില്ലറ ജോലികളൊക്കെ ചെയ്ത് അണ്ണൻ്റെ കൂടെ നിന്നോളാം. നിനക്ക് എന്തൊക്കെ ജോലി അറിയാം? നീ എന്തൊക്കെ ചെയ്യും? മാന്യമായ എന്തും ചെയ്യും. ഓ, അപ്പോ വേണ്ടനിയാ. മാന്യമായതൊന്നും ഞാൻ ചെയ്യാറില്ല. ആ, നീ വിഷമിക്കാതെ നമുക്ക് നോക്കാം. നീ നിൽക്ക്. വിശ്വസിക്കാൻ പറ്റുന്നതാണോന്നൊക്കെ ഞാൻ നോക്കട്ടെ. അയ്യോ, വിശ്വസിക്കണ, കണ്ണുടച്ച് വിശ്വസിക്കാം. ഈ വിശ്വാസം അല്ലേ അല്ല. എന്താണ് അർച്ചനെ ഒരു ടെൻഷൻ? അല്ല, പ്രസവമുറിയുടെ മുന്നില് ഭർത്താക്കന്മാരെ ടെൻഷനോടെ നടക്കുന്നത് പോലെ നടക്കുന്ന കണ്ടിട്ട് ചോദിച്ചതാ. എനിക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. എല്ലാം നിങ്ങളോട് പറയണം? വേണ്ട, എന്നോട് പറയണ്ട. നിന്റെ ഒരുപാട് ടെൻഷനിൽ ഒരെണ്ണം എന്താന്ന് എനിക്കറിയാം. ഈ വിവാഹം എങ്ങനെ നിർത്തിവെപ്പിക്കാന്നല്ലേ? എന്നാ അതിനുവേണ്ടി നീ ഒരുപാട് ടെൻഷൻ അടിക്കണ്ടെന്നേ ഞാൻ പറയും. കാരണം അതിന് നിന്നെ കൊണ്ട് സാധിക്കില്ല. നിന്നെ കൊണ്ടെന്നല്ല, ആരെക്കൊണ്ടും. നിന്റെ അനിയത്തി അടക്കം
നിന്റെ വീട്ടിലുള്ളവരും ഇവിടെയുള്ളവരും ഇതിനിടയിൽ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണല്ലോ അർച്ചനയുടെ ഒരു രീതി. അവസാന നിമിഷത്തെ കാട്ടിക്കൂട്ടലിൽ എങ്ങനെയെങ്കിലുമൊക്കെ എല്ലാം നടത്തിയെടുക്കും. അതുപോലെ നിസ്സാരമല്ല അർച്ചന ഇപ്രാവശ്യം. ഇന്ന് 10:30-നും 10:45-നും ഇടയിൽ ഒരു ശുഭമുഹൂർത്തം ഉണ്ടെങ്കിൽ അനഘയുടെ കഴുത്തിൽ സന്ദീപ് താലി കെട്ടിയിരിക്കും. കൊള്ളാം, കേൾക്കാൻ നല്ല രസം. ഇതൊക്കെ പറയേണ്ടത് എന്നോടല്ല. അകത്ത് നടക്കാത്ത വിവാഹത്തിന് വധുവിന്റെ വേഷം കെട്ടി ഒരു പെൺകുട്ടി നിപ്പില്ലേ, നിങ്ങളുടെ അനിയത്തി. അവളോട് ചെന്ന് പറഞ്ഞാൽ മതി. അവളെ കാണുമ്പോൾ ശരിക്കും കഷ്ടം തോന്നുന്നുണ്ട്. നിങ്ങളുടെ വാക്കും കേട്ട് വീണ്ടും ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചു തോർത്തിട്ട് ഞാൻ എത്ര പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവൂല്ല. കാരണം നിങ്ങൾ പറയുന്നതാണല്ലോ അവൾക്ക് വേദവാക്യം. സന്ദീപ് അനഘ വിവാഹത്തിന് 2 മണിക്കൂർ ഇപ്പുറം നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഈ വിവാഹം നടക്കില്ല, മുടക്കും ഞാൻ. ഇതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് എനിക്കും എന്നേക്കാൾ നന്നായി നിനക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്കതില് അല്പം പോലും ഭയമില്ല അർച്ചനെ.